നമ്മൾ കാണിക്കാവുന്ന BS3 സ്റ്റാൻഡേർഡാണ് കേട്ടോ. 2013 വണ്ടിയാണിത്. ഇതിൻ്റെ ഇപ്പോൾ 2013 സ്റ്റാൻഡേർഡിനെ വെച്ച് നോക്കുകയാണ്. 2013 ഇപ്പോൾ 2025 12 വർഷത്തോളം പഴക്കമുള്ളൊരു വണ്ടിയാണ്. അപ്പം 2013 സ്റ്റാൻഡേർഡ് നമ്മൾ ഫസ്റ്റ് ഇറങ്ങിയ ബാച്ചിലെ സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ പക്ക ഒരു റെട്രോ സ്റ്റൈൽ, അതായത് പഴയ വണ്ടിയുടെ നീതി പുലർത്തുന്ന രീതിയിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡെഞ്ചിനല്ലാത്ത എല്ലാ ഭാഗങ്ങളും ഡിസൈനും, അത് ഹാൻഡിൽ ബാറിൻ്റെ ഒരു പൊസിഷനിങ് വരെ ഒരു പഴയ സ്റ്റാൻഡേർഡിന് തന്നെ ഒരു ഇതിൽ തന്നെ ആയിരുന്നു ആദ്യമൊക്കെ ഉണ്ടായിരുന്നത്. അതേമാതിരി മോണോഗ്രാമാണ്. ടാങ്ക് മോണോഗ്രാമിനെ കറക്റ്റായി സ്ക്രൂ ചെയ്ത് വെക്കുന്ന രീതിയിൽ തന്നെയാണ് വണ്ടി ഇറക്കിയത്. 19 സൈസ് ടയർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ഞാനിപ്പോൾ പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ ഇത് വർത്താവണം എന്നുള്ളതാണ്. ഇപ്പോൾ 2019 വണ്ടി, 2012 വണ്ടിയൊക്കെ ഇന്നൊക്കെ പുതിയ വണ്ടിയിലേക്ക് എല്ലാവരും തിരിയുന്ന സമയത്ത് 2012 വണ്ടി, 2013 വണ്ടിയൊക്കെ എടുത്തിട്ട് ഉപയോഗിക്കുമ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ അതിൻ്റെ എഫക്റ്റ് എന്നുള്ളതാണ് നമ്മൾ ചെറിയ രീതിയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് എനിക്ക് പറയാനുള്ളത് റീസ്റ്റോറേഷൻ ഉദ്ദേശിക്കുന്ന, അതായത് പക്ക റീസ്റ്റോറേഷൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഒരു വണ്ടി എടുത്തിട്ട് പണിയണം, അത് പഴയ മോഡൽ വണ്ടി തന്നെ ആവണം, CI ഒക്കെ മാതിരി തന്നെ ഒരു മോഡലാക്കി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർ പക്ക ഒരു വണ്ടിയാണ് 2014 മുന്നുള്ള ചെറിയ ടാങ്കുള്ള ഒരു സ്റ്റാൻഡേർഡ് വണ്ടി. കാരണം അന്നൊക്കെ സ്റ്റാൻഡേർഡിന്, അന്നത്തെ പ്രോഡക്റ്റിന് സ്റ്റാൻഡേർഡിന് ടാങ്ക് ആണെങ്കിൽ, ഫ്യൂൽ ടാങ്കൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ടാങ്കിൻ്റെ മെറ്റൽ തിക്നെസ്സൊക്കെ നല്ല രീതിയിൽ പെട്ടെന്ന് തുരുമ്പ് പിടിച്ചിട്ട് ഹോൾ വരാത്ത രീതിയിലായിരുന്നു അന്ന് ടാങ്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ശേഷം വന്ന ടാങ്കുകളൊക്കെയാണ് കുറച്ച് ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പഴയ CI ടാങ്കുകളുടെ ടാങ്കൊക്കെ ഇപ്പോഴും അതേമാതിരി തന്നെ പെയിൻ്റ് അടിച്ച് കൊണ്ടുനടക്കുന്നതിൻ്റെ തിക്നെസ് കൊണ്ടാണ്. പക്ഷേ ആ ഒരു തിക്നെസ് ഏകദേശം അതിന് നീതി വളർത്തുന്ന രീതിയിലാണ് ടാങ്കിൻ്റെ തിക്നെസ്സൊക്കെ, ഫ്യൂൽ ടാങ്കിൻ്റെ തിക്നെസ്സൊക്കെ നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അതായത് റീപെയിൻ്റ് എടുത്ത് വീണ്ടും തുരുമ്പ് പിടിച്ചിട്ടെല്ലാം നാശമായി ഹോളായി പോകാത്ത രീതിയിലാണ് അത്. ആ ഒരു ഗേജുള്ള ടാങ്കായിരുന്നു, ഗേജില്ല പിന്നെ മെറ്റലായിരുന്നു ടാങ്കിന് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ അതല്ല, തിക്ക് കുറഞ്ഞ വയറെ ഗേജ് കുറഞ്ഞ പെട്ടെന്ന് തന്നെ തുരുമ്പായ പെട്ടെന്ന് ഹോളാവുന്ന രീതിയിലാണ് അതിന് ശേഷം വന്ന ടാങ്കുകളൊക്കെ ഉള്ളത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, അപ്പം നമുക്ക് ഇപ്പം സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാ വണ്ടി 10.5 ക്രാങ്ക് വെയിറ്റ്, 10.400 അതേ വരുള്ളൂ. 10.4 ക്രാങ്ക് വെയിറ്റ് വരുന്നൊരു വണ്ടിയാണ് എന്നുള്ളത് ആണ് വാസ്തവം. അതിപ്പോൾ CI കൂടി ആ ഒരു അത്ര തന്നെ ക്രാങ്ക് വെയിറ്റ് 10.4 ഹെവി ക്രാങ്കിൽ വരുന്ന ഒരു CI വണ്ടികൾ ഉണ്ട്. പക്ഷേ അത് UC പോകുമ്പോൾ എന്താ അതിന് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് ടെൻഷൻ ഫ്രീ ആണ് എന്നുള്ളതാണ്. വലിയ കോംപ്ലിക്കേറ്റഡ് പാർട്സ് ഒന്നും ഇല്ലാത്ത ഇലക്ട്രോണിക് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ കാര്യങ്ങൾ വലിയ ടെൻഷനൊന്നുമില്ല. പിന്നെ എപ്പോൾ പോയാലും സ്റ്റാർട്ടാക്കിയാലും സ്റ്റാർട്ടാവും. CI ചില സമയത്ത് ഒരു നമുക്ക് പണി തരുന്ന വണ്ടിയാണ്. കറക്റ്റായിട്ട് ഓടിച്ച് കൊണ്ടുവരുന്ന വണ്ടി കുഴപ്പമുണ്ടാവില്ല, എങ്കിലും നിർത്തിയിടുന്ന വണ്ടികൾ കുറച്ചൊരു സ്റ്റാർട്ടിങ് ഇഷ്യൂസ് കാണിക്കാറുണ്ട് CI വണ്ടികൾക്ക് കേട്ടോ. ഡെയിലി ഓടിച്ച് മെയിൻറ്റെയിൻ നല്ലവണ്ണം കെയറിങ് കൊടുത്ത് കൊണ്ടുവരേണ്ട വണ്ടിയാണ് CI വണ്ടി. അവർ നമ്മൾ എന്നും ആ ഒരു കെയറിങ് കൊടുത്ത് തന്നെ കൊണ്ടുവിടുന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ലാത്ത വണ്ടിയാണ്. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. കാരണം CI എന്ന് പറഞ്ഞാൽ എന്നും ആ ഒരു ആളുകൾക്ക് ഒരു ഹരമായിട്ടുള്ള വണ്ടി തന്നെയാണ്, ബുള്ളറ്റ് പ്രേമികൾക്ക്. അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഞാനിപ്പോൾ UC എഞ്ചിനാണ്, യൂണിറ്റ് കൺസീൽഡ് എഞ്ചിൻ എന്ന വണ്ടിക്ക് നമ്മൾ 2025 പുതിയ വണ്ടികളുടെ തിരക്കുള്ള സമയത്ത് പഴയ സ്റ്റാൻഡേർഡ് എടുത്തു കഴിഞ്ഞാൽ അത് വർത്താവും എന്നുള്ളതാണ് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം വെർത്താവും എന്നുള്ള ആർക്ക് വെർത്താവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സ്റ്റാൻഡേർഡ് വണ്ടി പഴയമുള്ള ബുള്ളറ്റ് ഉപയോഗിച്ച് വന്നിരുന്ന ആളുകൾക്ക് ഇപ്പോൾ CI വണ്ടികൾ ഇപ്പോൾ കിട്ടാനില്ല എങ്കിൽ, നല്ല വണ്ടികളൊന്നും കിട്ടാനില്ല എങ്കിൽ അവർക്ക് ഉപയോഗിക്കാവുന്ന അതേ ഒരു പെർഫോമൻസ് തരുന്ന വണ്ടി എന്ന് തന്നെ പറയാവുന്നൊരു വണ്ടിയാണ് UC സ്റ്റാൻഡേർഡ് ഫസ്റ്റ് വന്ന ബാച്ച് വരുന്ന വണ്ടി. അപ്പോൾ UC സ്റ്റാൻഡേർഡിൽ വരുന്ന ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ അതേമാതിരി നമുക്ക് വർക്ക് എടുത്തിട്ട് ഒരു CI എങ്ങനെയാണോ ഒരു പിന്നെ ഡിസൈൻ വൈസുള്ള അതേ രീതിയിൽ വർക്ക് എടുത്ത് ഫലിപ്പിക്കാൻ പറ്റുന്ന വണ്ടിയാണ് 2014 മുന്നുള്ള സ്റ്റാൻഡേർഡ് വണ്ടി. പിന്നെ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും സെയിം പെർഫോമൻസ് നമുക്കിത് കാഴ്ച കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരുപാട് വണ്ടി ഓടിച്ച എൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ 1-2 വണ്ടി ഓടിച്ച ആളൊരിക്കലും ഇതിൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യരുത്. കാരണം ഞാനെന്ന് പറഞ്ഞാൽ ഒരുപാട് വണ്ടികൾ ഡെയിലി റൈഡ് ചെയ്യുന്നതാണ്. ഞാനൊരു മെക്കാനിക്കാണ്. 10-25 വർഷമായി റോയൽ എൻഫീൽഡിനെ മാത്രം സർവീസ് ചെയ്യുന്ന ഒരാളാണ്.
അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വണ്ടികൾ ഓടിച്ചിട്ട് അതിൻ്റെയൊക്കെ പെർഫോമൻസ് എന്താണെന്നുള്ള പെർഫോമൻസ് ഇല്ലാത്ത വണ്ടി ഏതാണെന്നുള്ളത് ശരിക്കും അറിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ നിങ്ങളോട് വീഡിയോ മുന്നിലെത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ചാടി കയറിപ്പോയിട്ട് ഒരു CNG വണ്ടി എടുത്തിട്ട് ഒരുപാട് ആളുകൾ ആ ഒരു പെട്ടെന്ന് വിറ്റ് ഒഴിവാക്കേണ്ട അവസ്ഥ വന്നിട്ട് ആ ഉദ്ദേശിച്ച ഒരു റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ള CNGൻ്റെ ചില ആളുകൾ പറയുന്നത്. കാരണം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ CNGനെ കുറിച്ച് ശരിക്കും പഠിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ എല്ലാ വണ്ടിയും ചാടി കയറി പൊഴിയായിട്ട് ഒരു വണ്ടി കൂടെ എടുത്ത് തന്ന് CNGൻ്റെ ഒരു പഞ്ചൊന്നും കിട്ടില്ല. അതിൻ്റെ രീതിയിൽ വർക്ക് എടുത്ത് ഫലിപ്പിച്ച വണ്ടികളായിരിക്കണം, നല്ല രീതിയിൽ ക്രാങ്ക് വെയിറ്റൊക്കെ ശരിയായതിൽ ആഡ് ചെയ്ത വണ്ടികളായിരിക്കണം. എല്ലാം കൂടെ ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ CNGൻ്റെ ആ ഒരു യാത്ര അതല്ലെങ്കിൽ ഈ CNGൻ്റെ ബുള്ളറ്റിൻ്റെ ഒരു പഞ്ച് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുള്ളൂ. പക്ഷേ ഒരു UC എഞ്ചിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒന്നും വിഷയം കിടക്കില്ല. അതിൻ്റെ ക്രാങ്ക് വെയിറ്റ് എക്സ്ട്രാ ആഡ് ചെയ്യുന്നതെല്ലാം കമ്പനി ക്രാങ്കാണ് വരുന്നത്. പിന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കമ്പനി എക്സ്ട്രാ ആഡിങ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ പെർഫോമൻസ് എപ്പോഴും ഈക്വലായിരിക്കും. അപ്പോൾ CNGൻ്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ ഈക്വലായിരിക്കില്ല. ഒരു വണ്ടി മാതിരി ആയിരിക്കില്ല മറ്റൊരു വണ്ടി ഓടിക്കാൻ നമുക്ക് ഫീൽ കിട്ടുക. പക്ഷേ CNG എന്ന് പറഞ്ഞാൽ UC എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി പക്ക ആണോ എല്ലാ കാര്യങ്ങളും ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയലുകാർ അതിപ്രസരമായ കൈക്കിടത്തിലൊന്നും ഇല്ലാത്തൊരു വണ്ടി എന്ന് പറയുന്നത് UC എഞ്ചിനാണ്. ക്രാങ്ക് വെയിറ്റ് കൂട്ടിയിട്ട് ബാലൻസിങ് നോക്കേണ്ട കാര്യമൊന്നുമില്ല. കമ്പനി എങ്ങനെയാണോ തരുന്നത് അതേമാതിരി ഇപ്പോഴും കമ്പനി നമ്മുടെ കയ്യിൽ കിട്ടും. അത് നമുക്ക് ജസ്റ്റ് എനിക്ക് വേണ്ടി ചെയ്തെടുത്താൽ മാത്രം മതിയാവും. ആ ഒരു പഞ്ചും ബുള്ളറ്റിൻ്റെ എക്സോസ്റ്റ് നോട്ടൊക്കെ കിട്ടുന്ന വണ്ടി തന്നെയാണ് UC എഞ്ചിനും. പിന്നെ ചെറിയൊരു വൈബ്രേഷൻ മറ്റേനേക്കാളും കൂടുതലുണ്ട് എന്നതിൽ ഒഴിച്ച് കഴിഞ്ഞാൽ അതൊക്കെ താരതമ്യേന നമുക്ക് ഒരുപാട് കുറച്ചെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നത് CNGനേക്കാളും നല്ല വണ്ടി UC എഞ്ചിൻ എന്നല്ല. UC എഞ്ചിൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ആളുകൾക്ക് UC എഞ്ചിൻ എടുത്തിട്ട് അതേ പെർഫോമൻസും അതേ രീതിയിൽ മോഡിഫൈ ചെയ്ത് എടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ് ഈ കാറ്റഗറിയിൽ വരുന്ന ഈ ഒരു വണ്ടി. അതായത് 2000 BS3 സ്റ്റാൻഡേർഡ് വണ്ടി. പിന്നെ അതുമാതിരി നമുക്കൊന്ന് സെൽഫ് സ്റ്റാർട്ട് വേണം എന്നുണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്, വലിയ ഒരു ചിലവില്ലാത്ത രീതിയിൽ. അതുമാതിരി തന്നെ ഡിസ്ക് ബ്രേക്ക് വേണമെന്നുള്ളവർക്ക് അതും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്ന രണ്ട് കാര്യങ്ങളും ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റിയ വണ്ടിയും BS3 സ്റ്റാൻഡേർഡ് തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ആധുനിക കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള സെൽഫ് സ്റ്റാർട്ടും ഡിസ്ക് ബ്രേക്കുമാണ്. സ്റ്റാർട്ടിങ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക, അതേമാതിരി ബ്രേക്ക് വണ്ടി ഓടുന്നേക്കാളും പ്രധാനമാണ് വണ്ടി പിടിച്ച് നിർത്തുക എന്നുള്ളത്. അത് മിക്കവാറും ബ്രേക്ക് 2 ബ്രേക്ക് ഒന്നിച്ച് അപ്ലൈ ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ്. അത് ചെയ്യുന്ന ആളുകൾക്ക് ഒരു ABSൻ്റെ ഒരു ആവശ്യം ഉണ്ടാവില്ല. എല്ലാ 2 ബ്രേക്ക് ഒന്നിച്ച് പിടിക്കുക എന്നുള്ളത്. അതുപോലെ ഡിസ്ക് ബ്രേക്ക് ആണെങ്കിലും കൂടെ നമുക്കില്ല എങ്കിലും കൂടെ ഡ്രം ബ്രേക്ക് ആയാലും അത്യാവശ്യം ബുള്ളറ്റ് പിടിച്ച് നിർത്താനേ കഴിയും. പക്ഷേ സെൽഫ് സ്റ്റാർട്ട് അനിവാര്യമാണ്. ആ സെൽഫ് സ്റ്റാർട്ട് ഈ ഒരു വണ്ടിയിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വലിയൊരു ബെനിഫിറ്റായിട്ട്. അത് അത്രയും റേഞ്ചിൽ കിട്ടണം കേട്ടോ വണ്ടി. വലിയ വില കൊടുക്കുന്ന വണ്ടി വാങ്ങിക്കരുത്. നമുക്ക് അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ നല്ലൊരു പുതിയ വണ്ടിയുടെ മാതിരി തന്നെ വണ്ടി ഇറക്കാൻ പറ്റും. അതേ ഒരു പെർഫോമൻസ് നമുക്ക് കിട്ടും. പിന്നെ ട്രഡീഷണൽ എഞ്ചിൻ്റെ ഒരു പഞ്ച് വേറെ തന്നെയാണല്ലോ. അത് പുതിയ എഞ്ചിന് ആ ഒരു ട്രഡീഷണൽ എഞ്ചിൻ്റെ പഞ്ചൊന്നും പുതിയ എഞ്ചിന് കിട്ടില്ല. അപ്പോൾ ഞാനിത് കാണിക്കാൻ പോകുന്നത് ഒരു CNG വണ്ടി എത്രത്തോളം ടോർക്കിൽ ഓടും, ലോ ആൻഡ് ടോർക്കിൽ ഓടും എന്നുള്ളത് തന്നെ ആ ഒരു സെയിം ടോർക്ക് തന്നെ ഇതിലേക്ക് കാണിക്കാൻ പോകണം കേട്ടോ. ആ ഒരു UC സ്റ്റാൻഡേർഡിൽ ലോ ആൻഡ് ടോർക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ഞാൻ. അതായത് പിന്നെ വീഡിയോ കാണാത്തവർക്ക് പറയാണ്, ഗിയർ അടിക്കടി മാറാതെ ടോപ്പ് ഗിയറിൽ ഏറ്റവും ലോ സ്പീഡിൽ ഓടാൻ പറ്റിയ ഒരു കപ്പാസിറ്റിയാണ് ലോ ആൻഡ് ടോർക്ക് എന്ന് പറയുന്നത്. ആ ലോ ആൻഡ് ടോർക്ക് എത്രയെന്നുള്ളതാണ് നിങ്ങൾ കാണിച്ചു തരുന്നത്. നോക്കുക കേട്ടോ, ഏറ്റവും സ്ലോ സ്പീഡിലാണ് വണ്ടി, ടോപ്പ് സ്പീഡിലാണ് വണ്ടിയിൽ. ഇപ്പോൾ ചെറുങ്ങനെ ഇടിക്കുന്നുണ്ട്, പക്ഷേ നല്ല ഗ്രാജുവലി ഞാൻ അതിന് സ്പീഡ് എടുക്കുകയാണ്. 30 കഴിഞ്ഞ ഉടനെ വണ്ടി സ്റ്റേബിളായി ഉണ്ടോ. 30 എബോ ടോപ്പ് സ്പീഡിലാണ് വണ്ടി ഉള്ളത്. ഇപ്പോൾ 30 സ്പീഡിലാണ് വണ്ടി പോകുന്നത്. നോക്കുക, 30, 32, 33 സ്പീഡിൽ, അതായത് 30 സ്പീഡിൽ തന്നെ പോകാൻ പറ്റും. അതായത് ലോ ആൻഡ് ടോർക്ക് ഞാൻ പറഞ്ഞ സാധാരണ ഒരു ക്രാങ്ക് വെയിറ്റ് ഹെവി ക്രാങ്ക് വണ്ടി G2 വണ്ടികൾക്ക് ഓടുന്ന ആ ഒരു സെയിം അല്ല എങ്കിൽ അത്ര എഫക്റ്റൊന്നും കിട്ടില്ല. എന്നാൽ ആ ഒരു ഏകദേശം ആ ഒരു രീതിയിൽ തന്നെ വണ്ടി നമുക്ക് ഈ ഒരു വണ്ടി ഓടിച്ച് കൊണ്ടുനടക്കാൻ പറ്റുന്നുള്ളതാണ് സ്റ്റാൻഡേർഡിൻ്റെ പ്രത്യേകത. അത് ക്ലാസിക്കിന് തണ്ടർബേർഡിന് വേറെ ഒരു വണ്ടിക്ക് അവകാശപ്പെടാൻ പറ്റില്ല കേട്ടോ. അത് സ്റ്റാൻഡേർഡിന് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ BS6 ആണ്, BS6 ES ആണെങ്കിലും KS ആണെങ്കിലും ഒക്കെ പറ്റും. പക്ഷേ നമ്മൾ ഈ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ വണ്ടി ഓടി സെറ്റായി കഴിഞ്ഞാൽ വണ്ടി റോട്ടിൽ കിടന്ന് ഒഴുകുന്നു പറയുന്നത് വെറുതെ അല്ല. ഉപയോഗിക്കുന്ന ആൾക്കെല്ലാം അറിയാം. ഇപ്പോൾ കിലോമീറ്റർ ഒരു 50,000-60,000 കിലോമീറ്റർ കഴിഞ്ഞ വണ്ടി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണെങ്കിൽ സുഖമായിട്ട് ഓടിച്ച് നല്ല സ്മൂത്തായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. അതിന് പല കാര്യങ്ങളും മാനദണ്ഡമാണ്. സ്ലോ സ്പീഡിൽ ശരിയായ കപ്പാസിറ്റി കിട്ടുക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എനിക്ക് പറയാനുള്ളത്
അതിൻ്റെ ചെയിൻ സ്പ്രോക്കറ്റ് എല്ലാ കാര്യങ്ങളും അതിൻ്റെ ടൈറ്റനിങ്, വീലിൻ്റെ ബെയറിങ്സ്, സ്പോക്കറ്റ് ബെയറിങ്സ് എല്ലാം തന്നെ ഓക്കെ ആയിരിക്കണം. വീലിൻ്റെ സ്പോക്സിൻ്റെ സെറ്റിങ്സ്, ഡ്രോയിങ് എല്ലാ കാര്യം കറക്റ്റായ വണ്ടി റോഡ് കിടന്ന് ഒഴുകുള്ളൂ കേട്ടോ. അപ്പോൾ കാർബറേറ്ററിൻ്റെ ട്യൂണിങ് എല്ലാ കാര്യങ്ങളും ഓക്കെ ആവണം കേട്ടോ. അതായത് ക്ലച്ച് നോക്കണം. ക്ലച്ച് ഒരുവിധം പഴയ ക്ലച്ചൊക്കെയാണ്, ക്ലച്ചൊക്കെ മാറ്റി കളയണം. അത് മാക്സിമം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കുന്നതനുസരിച്ച് നമ്മൾ ആ വണ്ടിയുടെ സ്മൂത്ത്നെസ് എല്ലാം നഷ്ടപ്പെടും. അപ്പോൾ ഇതൊക്കെ ആക്കി സെറ്റായി കഴിഞ്ഞാൽ ഓക്കെയാണ് വണ്ടി, ഒരു സംശയവുമില്ല. അപ്പോൾ ഇത്രയാണ് BS3 സ്റ്റാൻഡേർഡിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എടുക്കുന്നവർക്ക് ഞാൻ ഒരു ചെറിയൊരു ഗൈഡൻസ് ആണ് തന്നിരിക്കുന്നത്. എടുക്കുന്നവർക്ക് ഒരു കുഴപ്പമില്ല. വണ്ടി നല്ല ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എഞ്ചിൻ്റെ കാര്യങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് എടുത്ത് റീസ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റിയൊരു വണ്ടി തന്നെയാണ് ഈ ഒരു വണ്ടി കേട്ടോ. ഇവിടുത്തെ ഒരു വീഡിയോ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.